നമസ്കാരം സുഹൃത്തുക്കളെ, 10th മെയിൻസ് 100 ഡേയ്സ് ടൈം ടേബിൾ ഡേ 58 ആണ് ഇന്ന് പഠിക്കേണ്ട SCERT പാഠഭാഗം 6th സ്റ്റാൻഡേർഡ് SCERT സോഷ്യൽ ചാപ്റ്റർ 4 ഉൽപാദന പ്രക്രിയയിലൂടെ. വളരെ പാവത്താനായിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് കാര്യം കഴിയുന്നൊരു ചാപ്റ്ററാണ്. അപ്പോൾ എന്തായാലും ക്ലാസ്സിലോട്ട് പോവാം. ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിലോട്ട് എല്ലാവരെയും വെൽക്കം ചെയ്യുവാണ്. എൻ്റെ പേര് അശ്വതി. സിക്സ്ത് സ്റ്റാൻഡേർഡ് സോഷ്യൽ ചാപ്റ്റർ 4 ഉൽപാദന പ്രക്രിയയിലൂടെ. തുടക്കത്തിൽ തന്നെ നല്ല ഐശ്വര്യമുള്ളൊരു കാഴ്ചയാണ്. ഞാറ് നടുന്നതും പറമ്പ് കിളയ്ക്കുന്നതും ഒക്കെയാണ് കാണിച്ചേക്കുന്നത്. നമ്മുടെ പൂർവികർ കായ്കനികളും ശേഖരിച്ചും മൃഗങ്ങളെ വേട്ടയാടിയും ഗുഹകളിൽ താമസിച്ചും കഴിഞ്ഞിരുന്ന ചരിത്രം ഓർക്കുമല്ലോ. പക്ഷെ ഇന്ന് നമുക്ക് അങ്ങനെ ഒരു ജീവിതത്തെ പറ്റി ചിന്തിക്കാൻ പറ്റുമോ? ഇന്നാണെങ്കിൽ മുട്ടുസൂചി മുതൽ കൃത്രിമ ഉപഗ്രഹം വരെ എണ്ണിയാൽ തീരാത്തത്ര സാധനങ്ങൾ ഇന്ന് ഉണ്ടാക്കുന്നുണ്ട്. എന്താ സാധനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താ ഉൽപാദനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ സാധനം അല്ലെങ്കിൽ ഗുഡ്സ് എന്ന് വെച്ചാൽ എന്തുവാണ്? മനുഷ്യന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഉപയോഗിക്കാവുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ വസ്തുക്കളെയാണ് സാധനങ്ങൾ അല്ലെങ്കിൽ ഗുഡ്സ് എന്ന് പറയുന്നത്. മനുഷ്യന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്ന സാധനം അവിടെയും സാധനം എന്ന് വന്നല്ലേ. മനുഷ്യന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനും പക്ഷെ അതിനെ നമുക്ക് കാണാനും സ്പർശിക്കാനും ഒക്കെ പറ്റും. അപ്പൊ അങ്ങനത്തെ വസ്തുക്കളെയാണ് എന്ത് പറയുന്നത്? സാധനം എന്ന് പറയുന്നത്. അപ്പോൾ ഉൽപാദനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഉൽപാദനം എന്നോട് ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപാദനം. അപ്പൊ എന്താ സേവനം? ധാരാളം ആളുകൾ നമുക്ക് സേവനം ചെയ്തു തരാറുണ്ടല്ലേ. തൊഴിലാളികൾ, അതുപോലെ ഗതാഗത സൗകര്യം ഒരുക്കുന്നവർ, പുസ്തക വിതരണക്കാർ, ഇവരൊക്കെ നമ്മളെ സേവിക്കുന്ന ആൾക്കാരാണ്. ഡോക്ടേഴ്സ്, പോലീസ്, ഇവരെല്ലാവരും നമ്മളെ സേവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഉൽപാദനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പ്രൊഡക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപാദനം എന്ന് പറയുന്നത്. ഉൽപാദന ഫലമായി കിട്ടുന്ന സംഭവമാണ് എന്ത്? ഉൽപ്പന്നം അല്ലെങ്കിൽ പ്രോഡക്റ്റ്. ഉൽപാദന ഫലമായി ലഭിക്കുന്നതാണ് ഉൽപ്പന്നം അല്ലെങ്കിൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നെല്ല് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് എങ്ങനെയാണ് രൂപപ്പെടുന്നത്? അതിന്റെ വിവിധ ഘട്ടങ്ങളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നിലം ഒരുക്കൽ, വിത്ത് വിതയ്ക്കൽ അല്ലെങ്കിൽ ഞാറ് നടിയിൽ, കള പറിക്കൽ, വളം വിതറൽ, പിന്നെ കൊയ്തെടുക്കൽ, കറ്റമെതിക്കൽ, നെല്ല് ശേഖരിക്കൽ. ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം ആണ് നെല്ല് എന്ന ഉൽപ്പന്നം എന്ത് ചെയ്യുന്നത്? ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ നെല്ലുൽപാദനം എന്ന പ്രക്രിയയിൽ ആർക്കൊക്കെ പങ്കുണ്ട്? തൊഴിലാളികൾക്ക് പങ്കുണ്ട്. പ്രകൃതി വിഭവങ്ങളായ ഭൂമി, ജലം എന്നിവയ്ക്ക് പങ്കുണ്ട്. മനുഷ്യനിർമ്മിത വസ്തുക്കളായ വളം, വിത്ത്, യന്ത്രങ്ങൾ എന്നിവയ്ക്കൊക്കെ വളരെയധികം പങ്കുണ്ട്. ഈ ഉൽപാദന ഘടകങ്ങൾ എന്തെല്ലാമാണ്? ഈ ഉൽപാദനം നടത്തണമെങ്കിൽ എന്ത് വേണം? നിരവധി ഘടകങ്ങൾ വേണം. അതിനെയാണ് ഉൽപാദന ഘടകങ്ങൾ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഉൽപാദനത്തിന് സഹായിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ്? ഇവിടെ കാണിച്ചിരിക്കുന്ന ചിത്രം ഒരു ചെരുപ്പ് നിർമ്മാണ ഫാക്ടറിയാണ്. ഈ ചെരുപ്പ് നിർമ്മാണ ഫാക്ടറിയിൽ നോക്കുമ്പോൾ മെഷീൻസ് ഉണ്ട്, അതുപോലെ ആളുകളുണ്ട്, പിന്നെ അത് കൊണ്ടുപോകാനുള്ള വാഹനങ്ങളുണ്ട്. ഇതൊക്കെ ഉൽപാദന ഘടകത്തിൽ ഉൾപ്പെടുന്നതാണ്. ഒരു ചെരുപ്പ് നിർമ്മാണ ഫാക്ടറിയിൽ ഉള്ള ഘടകങ്ങൾ എന്തൊക്കെ? കെട്ടിടം വേണം, പിന്നെ യന്ത്രങ്ങൾ വേണം, തൊഴിലാളികൾ വേണം, യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കാനുള്ള വൈദ്യുതി വേണം, പിന്നെ അതൊക്കെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സംഘാടകൻ വേണം. ഇവ എങ്ങനെയാണ് ചെരുപ്പ് എന്ന ഉൽപ്പന്നം ഉണ്ടാക്കുവാൻ സഹായിക്കുന്നത്? ഓരോന്നിൻ്റെയും ഓരോ ഉപയോഗങ്ങൾ നമുക്കറിയാം. ഒന്ന് ചിന്തിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ഉൽപാദനത്തിന് സഹായിക്കുന്ന ഘടകങ്ങളെ നമുക്ക് പൊതുവായിട്ട് 4 തരംതിരിക്കാം. ഒന്ന് ഭൂമി, ലാൻഡ്. രണ്ടാമത്തത് തൊഴിൽ, ലേബർ. മൂന്നാമത്തത് മൂലധനം, ക്യാപിറ്റൽ. നാലാമത്തത് സംഘാടനം, ഓർഗനൈസേഷൻ. അപ്പൊ ഉൽപാദനത്തിന് സഹായിക്കുന്ന 4 ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവയാണ് 4 ഘടകങ്ങൾ. ഇവ ഓരോന്നിന്റെയും സവിശേഷതയാണ് ഇനി നോക്കാൻ പോകുന്നത്. ഭൂമി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉൽപാദന ഘടകമാണ്. നമുക്ക് എന്തെങ്കിലും ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ നമുക്ക് ചവിട്ടി നിൽക്കാൻ ഒരു മണ്ണ് വേണം, അവിടെ കെട്ടിടങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ ഭൂമി എന്നത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഉൽപാദന ഘടകം എന്ന നിലയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഭൂമി എന്ന് പറയുന്നത്. പിന്നെ സാധനങ്ങളുടെ ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന എല്ലാ പ്രകൃതി വിഭവങ്ങളും ഭൂമി എന്നതിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ മണ്ണ് മാത്രമല്ല, നമ്മൾ ഭൂമിയിലെ എല്ലാ പ്രകൃതി വിഭവങ്ങളും യൂസ് ചെയ്യുമ്പം അത് ഭൂമി എന്ന നിലയിലാണ് പറയുന്നത്.
അപ്പോൾ ഭൗമോപരിതലത്തിലെയും ഭൗമ അന്തരീക്ഷത്തിലെയും ഭൗമ അന്തർഭാഗത്തെയും എല്ലാ പ്രകൃതി വിഭവങ്ങളും ഉൽപാദന ഘടകമായ ഭൂമി എന്നതിൽ പരിഗണിക്കപ്പെടും. അപ്പോൾ ഭൂമി എന്ന് പറയുമ്പോൾ മണ്ണ്, ജലം, വനങ്ങൾ, വായു, കൽക്കരി ഇതെല്ലാം ഭൂമി എന്നതുകൊണ്ടാണ് അർത്ഥമാക്കപ്പെടുന്നത്. ഇനി ഈ ഉൽപാദന പ്രക്രിയയിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ഘടകങ്ങൾക്കും പ്രതിഫലം ലഭിക്കുന്നുണ്ട്. എല്ലാവർക്കും പ്രതിഫലം ലഭിക്കും. തൊഴിലാളികൾക്ക് കൂലി ലഭിക്കുന്നത് പോലെ ഈ 4 ഘടകങ്ങൾക്കും ഓരോന്നിനും പ്രതിഫലം ലഭിക്കും. അപ്പൊ ഭൂമിക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിനെയാണ് എന്ത് പറയുന്നത്? പാട്ടം അല്ലെങ്കിൽ റെന്റ് എന്ന് പറയുന്നത്. ഉൽപാദന ഘടകം എന്ന നിലയിൽ ഭൂമിയുടെ പ്രതിഫലമാണ് പാട്ടം. ഇനി രണ്ടാമത്തെ ഘടകമാണ് തൊഴിൽ, ലേബർ. ഏതൊരു ഉൽപ്പന്നത്തിന്റെയും ഉൽപാദനത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഘടകമാണ് തൊഴിൽ, അല്ലെങ്കിൽ തൊഴിലാളികൾ. തൊഴിലാളികൾ അവരുടെ അധ്വാന ശേഷിയാണ് ഉൽപാദനത്തിനായി ഉപയോഗിക്കുന്നത്. ഉദാഹരണം, ഇവിടെ ഒരു കയർ നിർമ്മാണ ഫാക്ടറി കാണിച്ചിട്ടുണ്ട്. കയർ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം പ്രോസസ്സ് വഴിയാണ് ഇത് കടന്നുപോയി നമ്മുടെ കയ്യിലെ കയറായിട്ട് കിട്ടുന്നത്. അപ്പൊ കയർ ഉൽപ്പന്ന നിർമ്മാണത്തിന് ചകിരി അനുയോജ്യമാക്കുന്നതിന്, ആവശ്യമായ നിറങ്ങൾ ചേർക്കുന്നതിന്, യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിന്, ഉൽപ്പന്ന വിതരണത്തിന് എല്ലാത്തിനും ആരുടെ ആവശ്യമുണ്ട്? തൊഴിലാളികളുടെ ആവശ്യമുണ്ട്. ഇവിടെ തൊഴിലാളികളുടെ കായികവും മാനസികവും ബുദ്ധിപരവുമായ അധ്വാന ശേഷി ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് തൊഴിലാളികൾ കായികവും മാനസികവും ബുദ്ധിപരവുമായ അധ്വാന ശേഷി ഉപയോഗിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ലേബർ അല്ലെങ്കിൽ തൊഴിൽ എന്ന് പറയുന്നത്. അമ്മമാരും വീട്ടിൽ ജോലി ചെയ്യാറുണ്ട്. അതിനെ തൊഴിലായിട്ട് കണക്കാക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? നേരത്തെ പറഞ്ഞൊരു പോയിന്റ്, ആ 4 ഘടകങ്ങൾക്കും പ്രതിഫലം ഉണ്ടെങ്കിൽ മാത്രമേ അത് ഉൽപാദന ഘടകത്തിലേക്ക് വരത്തുള്ളൂ. അപ്പൊ ഈ അധ്വാന ശേഷിക്ക് പ്രതിഫലം ഉണ്ടെങ്കിൽ മാത്രമേ അത് തൊഴിലാകത്തുള്ളൂ. അപ്പൊ വീട്ടിലെ അമ്മമാര് പണിയെടുക്കുക അല്ലെങ്കിൽ മറ്റു കുടുംബാംഗങ്ങളൊക്കെ പണിയെടുക്കുന്നതിന് പൈസ ഒന്നും കിട്ടുന്നില്ലല്ലോ. അപ്പൊ അത് തൊഴിലായിട്ട് പരിഗണിക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പൊ തൊഴിലാളി നൽകുന്ന അധ്വാന ശേഷിക്കുള്ള പ്രതിഫലം എന്താണ്? കൂലിയാണ്. കൂലി. ഇത് മിക്കപ്പോഴും അവർക്ക് പണമായിട്ടാണ് ലഭിക്കുന്നത്. പണത്തിന് പകരം സാധനങ്ങൾ ലഭിക്കുന്ന സന്ദർഭങ്ങളും ഉണ്ടായേക്കാം. ഉദാഹരണം, തെങ്ങ് കയറ്റത്തിന് ചിലപ്പോൾ പ്രതിഫലമായിട്ട് തേങ്ങയായിരിക്കും കൊടുക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ തെങ്ങ് കയറാൻ വരുന്ന ചേട്ടന് ചിലപ്പോൾ തേങ്ങയായിരിക്കും കൊടുക്കുന്നത്. ഏതൊരു തൊഴിലിനും മനുഷ്യൻ പ്രയോഗിക്കുന്നത് അവന്റെ അധ്വാന ശേഷിയാണ്. ഇനി മൂന്നാമത്തത് മൂലധനമാണ്, ക്യാപിറ്റൽ. എല്ലാത്തിനും വേണ്ട അടിസ്ഥാനമായ ഘടകമാണ് എന്ത്? പൈസ. ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിനും ഉൽപാദനത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനൊക്കെ ആവശ്യമായ ഒന്നാണ് മൂലധനം. അതായത് ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാൻ ഫാക്ടറി സ്ഥാപിക്കുക, യന്ത്രങ്ങൾ വാങ്ങുക, പിന്നെ തൊഴിലാളികൾക്ക് വേതനം കൊടുക്കുക, ഉൽപ്പന്ന നിർമ്മാണത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ വാങ്ങുക, ഇവയ്ക്ക് എല്ലാത്തിനും എന്തോ വേണം? പൈസ വേണം. അപ്പോൾ ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കൾ മൂലധനം എന്നറിയപ്പെടുന്നു. ഉൽപാദന പ്രവർത്തനത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന യന്ത്രങ്ങൾ, അതുപോലെ വാഹനങ്ങൾ, കമ്പ്യൂട്ടർ, ഇതൊക്കെ നമ്മുടെ ഒരു സംരംഭത്തിന്റെ ക്യാപിറ്റൽ അല്ലെങ്കിൽ മൂലധനത്തിൽ ഉൾപ്പെടും. ഇനി വിജ്ഞാന മൂലധനമുണ്ട്, നോളജ് ക്യാപിറ്റൽ. എന്ന് വെച്ചാൽ എന്താണ്? വിവര സാങ്കേതിക വിദ്യയും വിജ്ഞാനവും ഉൽപ്പന്നത്തിൽ കാര്യമായ പങ്ക് വഹിക്കുന്നുണ്ട്. വിജ്ഞാന മൂലധനം ആർജിക്കാനുള്ള ശ്രമമാണ് ഇന്ന് ലോക വ്യാപകമായിട്ട് നടക്കുന്നത്. ഇപ്പൊ എല്ലാം യന്ത്രവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് വിവര സാങ്കേതിക വിദ്യയുടെ പങ്ക് ഉൽപാദനത്തിൽ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. അപ്പൊ നാം ഇന്ന് ജീവിക്കുന്നത് വിജ്ഞാന സമൂഹത്തിലാണ്. വിവര സാങ്കേതിക വിദ്യയും വിജ്ഞാനവും ഉൽപാദനത്തിൽ കാര്യമായ പങ്കാണ് വഹിക്കുന്നത്. വിജ്ഞാന മൂലധനം ആർജിക്കാനുള്ള ശ്രമമാണ് ഇന്ന് ലോകവ്യാപകമായിട്ട് നടക്കുന്നത്. പറഞ്ഞുകൊണ്ടിരുന്നത് മൂലധനത്തെ പറ്റിയാണ്, ക്യാപിറ്റലിനെ പറ്റിയാണ്. അപ്പൊ മൂലധനത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാമെന്ന് നോക്കാം. മൂലധനം മറ്റ് എല്ലാ ഉൽപാദന ഘടകങ്ങളെയും സഹായിക്കുന്നു. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. മൂലധനം ചലനാത്മകമാണ്. എല്ലാ ഉൽപാദന ഘടകങ്ങളെ പോലെ മൂലധനത്തിനും പ്രതിഫലം ലഭിക്കുന്നുണ്ട്. ഈ മൂലധനത്തിനുള്ള പ്രതിഫലമാണ് എന്ത്? പലിശ. മൂലധനത്തിനുള്ള പ്രതിഫലമാണ് പലിശ. ഇനി ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം ഇവയൊക്കെ കൂട്ടിയോജിപ്പിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് സംഘാടനം, ഓർഗനൈസേഷൻ. അപ്പൊ ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവയെ കൂട്ടിയോജിപ്പിക്കുന്നതിനെയാണ് സംഘാടനം എന്ന് പറയുന്നത്. അങ്ങനെ ഓർഗനൈസ് ചെയ്താണ് ഉൽപ്പാദിപ്പിക്കുന്നത് അത് ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട്, ഉൽപ്പന്നമായിട്ട് മാറുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഉൽപാദന പ്രക്രിയയിൽ ഒരു നിർണായക സ്ഥാനം തന്നെയാണ് സംഘാടകൻ വഹിക്കുന്നത്. സംഘാടനം ഇല്ലെങ്കിൽ, ഒരു കാര്യം ഓർഗനൈസ് ചെയ്യാൻ ആളില്ലെങ്കിൽ അത് എങ്ങനെയെങ്കിലും ഒക്കെ ആയിരിക്കും നടക്കുന്നത്. അപ്പൊ കറക്റ്റായിട്ടുള്ള, അത് ഏത് കാര്യമായാലും കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാള് വേണം.
അപ്പൊ ഈ സംഘാടനം നടത്തുന്ന വ്യക്തിയാണ് എന്ത് പറയുന്നത്? സംഘാടകൻ അല്ലെങ്കിൽ സംരംഭകൻ എന്ന് പറയുന്നത്. സംഘാടനം നടത്തുന്ന വ്യക്തിയാണ് സംഘാടകൻ അല്ലെങ്കിൽ സംരംഭകൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ചാക്രിക പ്രവാഹമാണ്. സർക്കുലർ ഫ്ലോ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്. ഇവിടെ ഇല്ലേ ഗാർഹിക യൂണിറ്റും ഉൽപാദന യൂണിറ്റും ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ഗാർഹിക യൂണിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഗാർഹിക യൂണിറ്റ് എന്ന് വെച്ചാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് ഈ ഗാർഹിക യൂണിറ്റ് ആണ്. ഓരോ വീട്ടുകാരെ അല്ലെങ്കിൽ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഓരോ ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഉൽപാദന യൂണിറ്റിന് ഉൽപ്പാദിപ്പിച്ച വസ്തുക്കളാണ്, സാധനങ്ങളും സേവനങ്ങളുമാണ് ഗാർഹിക യൂണിറ്റിലേക്ക് എത്തുന്നത്. അപ്പൊ സാധനങ്ങളും സേവനങ്ങൾക്കുള്ള വില ആര് കൊടുക്കുന്നുണ്ട്? ഗാർഹിക യൂണിറ്റ് ഉൽപാദന യൂണിറ്റിന് കൊടുക്കുന്നു. അപ്പൊ ഈ ഉൽപാദന ഘടകങ്ങൾക്കുള്ള പ്രതിഫലം ആര് തിരിച്ചു കൊടുക്കുന്നുണ്ട്? ഉൽപാദന യൂണിറ്റ് ഗാർഹിക യൂണിറ്റിന് കൊടുക്കുന്നുണ്ട്. ഉൽപാദന ഘടകങ്ങൾ, ഈ ഗാർഹിക യൂണിറ്റ് ഉൽപാദന ഘടകങ്ങൾ ഇവർക്ക് കൊടുക്കുമ്പോൾ അതിനുള്ള പ്രതിഫലം ഉൽപാദന യൂണിറ്റ് ഗാർഹിക യൂണിറ്റിന് കൊടുക്കുന്നു. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? ഉൽപ്പന്ന യൂണിറ്റ് ആണ്, ഉൽപാദന യൂണിറ്റ് ആണ്. ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതോ ഗാർഹിക യൂണിറ്റ് ആണ്. മനുഷ്യന്റെ ആവശ്യ പൂർത്തീകരണത്തിനാണല്ലോ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത്. മനുഷ്യന്റെ ആവശ്യങ്ങൾ നിരവധിയാണ്. ഒരാവശ്യം നിറവേറ്റുമ്പോൾ പുതിയ ആവശ്യങ്ങൾ ഉണ്ടാകും. ആവശ്യങ്ങൾ മാറുന്നതിനനുസരിച്ച് സാധനങ്ങളും സേവനങ്ങളും ആവശ്യമായിട്ട് വരും. അപ്പൊ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് സർക്കുലാർ രീതിയിൽ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അവ ഉൽപ്പാദിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ പ്രക്രിയ തുടർച്ചയായി സംഭവിക്കുന്നു. ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ഗാർഹിക യൂണിറ്റ് ആണ്. പിന്നെ ഉൽപാദന യൂണിറ്റുകൾക്ക് ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവ പ്രദാനം ചെയ്യുന്നത് ഗാർഹിക യൂണിറ്റ് ആണ്. അപ്പൊ ചിത്രത്തിന്റെ വിശദീകരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഉൽപാദന യൂണിറ്റുകൾക്ക് ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവ പ്രദാനം ചെയ്യുന്നത് ഗാർഹിക യൂണിറ്റുകളാണ്. ഉൽപാദന ഘടകങ്ങൾക്കുള്ള പ്രതിഫലമായി ഭൂമിക്ക് എന്താണ്? പാട്ടമാണ് പ്രതിഫലം. തൊഴിലിന് കൂലിയാണ് പ്രതിഫലം. മൂലധനത്തിന് പലിശയാണ് പ്രതിഫലം. സംഘാടനത്തിന് ലാഭമാണ് പ്രതിഫലം. എന്നിവ ഉൽപാദന യൂണിറ്റ് ഗാർഹിക യൂണിറ്റിന് നൽകുന്നു. ഉൽപാദന യൂണിറ്റ് ഗാർഹിക യൂണിറ്റുകൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും നൽകുന്നു. ഇതിന് പ്രതിഫലമായി ഗാർഹിക യൂണിറ്റ് ഉൽപാദന യൂണിറ്റുകൾക്ക് വില പണമായിട്ട് നൽകുന്നു. അപ്പൊ ഇങ്ങനെ ഉൽപാദനവും ഉപഭോഗവും നിരന്തരമായി തുടരുന്നത് കൊണ്ട് ഈ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ചാക്രിക ഗതിയിലാകും. ഇത്രയേ ഉള്ളൂ. ആവശ്യക്കാരനുണ്ടെങ്കിൽ മാത്രമേ ഉൽപാദനം നടക്കൂ. ഉൽപാദനം നടന്നാൽ മാത്രമേ ആവശ്യക്കാരന് അത് വാങ്ങാനും പറ്റത്തുള്ളൂ. അത്രയേ ഉള്ളൂ. ചെറിയൊരു ചാപ്റ്ററാണ്, മനസ്സിലായി എന്ന് വിചാരിക്കുവാണേ. ഒരു ഉൽപ്പന്നം നിർമ്മിക്കുന്നതിനുള്ള ഉൽപാദന ഘടകങ്ങൾ ഏതൊക്കെയാ? ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. അതിനെ പറ്റിയാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേക്കുന്നത്. പിന്നെ ഉൽപ്പന്നം, സേവനം, ഉൽപാദനം, ഇത്രയാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഈ ചാപ്റ്റർ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ മനുഷ്യന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനായി നാം ഉപയോഗിക്കുന്ന കാണാനും സ്പർശിക്കാനും കഴിയുന്ന വസ്തുക്കളെയാണ് സാധനങ്ങൾ, ഗുഡ്സ് എന്ന് പറയുന്നത്. സേവനങ്ങൾ എന്ന് വെച്ചാൽ എന്താ? മനുഷ്യന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് സഹായിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയാത്തവയുമാണ് സേവനങ്ങൾ. സാധനങ്ങളും സേവനങ്ങളും നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കണമെങ്കിൽ അത് ഉൽപ്പാദിപ്പിക്കേണ്ടതുണ്ട്. ഒരു ഉൽപ്പന്നം നിർമ്മിക്കുന്നതിനുള്ള ഉൽപാദന ഘടകങ്ങളാണ് ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവ. ഓരോ ഉൽപാദന ഘടകത്തിന്റെയും സവിശേഷതകൾ വ്യത്യസ്തമാണ്. ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവയ്ക്കുള്ള പ്രതിഫലം യഥാക്രമം പാട്ടം, കൂലി അല്ലെങ്കിൽ ശമ്പളം, പലിശ, ലാഭം എന്നിവയാണ്. സാമ്പത്തിക പ്രവർത്തനങ്ങൾ ചാക്രിക ഗതിയിലാകുന്നത് ഉൽപാദനവും ഉപഭോഗവും ഒരു നിരന്തര പ്രക്രിയ ആകുന്നതിനാലാണ്. അപ്പൊ ഉൽപാദന ഘടകങ്ങൾ ഏതൊക്കെയാ? ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. ഇതെല്ലാം കൂടി ചേർന്നാണ് ഉൽപാദന പ്രക്രിയയിലൂടെ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ ഇത്രയുള്ള ഈ ഒരു ചാപ്റ്റർ മനസ്സിലായെന്ന് വിചാരിക്കുക. വലുതായിട്ട് കാര്യങ്ങളൊന്നുമില്ല. ഒരു പ്രാവശ്യം കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. പിന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കാം. വീണ്ടും കാണാം. താങ്ക് യു.